ചരിത്രത്തിൽ ഇതുവരെ ഇടതുപക്ഷത്തെ ഹൃദയപക്ഷത്തോട് ചേർത്ത് നിർത്തിയ മണ്ഡലം, PS അച്യുതാനന്ദന് മുഖ്യമന്ത്രി പദത്തിലേക്ക് വഴിയൊരുക്കിയ മണ്ഡലം, അതാണ് പാലക്കാട് ജില്ലയിലെ മലമ്പുഴ. LDFന്റെ ശക്തി കേന്ദ്രമാണിതെങ്കിലും ഓരോ തിരഞ്ഞെടുപ്പിലും വീറും വാശിയുമേറിയ പോരാട്ടം ഇവിടെ നടക്കാറുണ്ട്. CPMന്റെ A പ്രഭാകരനാണ് മലമ്പുഴ MLA. 1965 മലമ്പുഴ നിയമസഭാ മണ്ഡലം രൂപീകൃതമായത്. പാലക്കാട് താലൂക്കിലെ അകത്തേത്തറ, എലപ്പുള്ളി, കൊടുമ്പ്, മലമ്പുഴ, മരുത് റോഡ്, മുണ്ടൂർ, പുതുശ്ശേരി, പുതുപ്പരിയാരം എന്നീ ഗ്രാമപഞ്ചായത്തുകൾ മലമ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ ഉൾക്കൊള്ളുന്നു. 2021 കണക്കുകൾ പ്രകാരം മണ്ഡലത്തിൽ 2,13,746 വോട്ടർമാരുണ്ട്. ഇതിൽ 1,03,976 പുരുഷ വോട്ടർമാരും 1,09,768 സ്ത്രീ വോട്ടർമാരുമാണ്. ട്രാൻസ്ജെൻഡർ വോട്ടർമാരും ഇവിടെയുണ്ട്. കാർഷിക വൃത്തി ജീവനോപാധിയാക്കിയ ജനതയാണ് മലമ്പുഴയിലേത്. അധ്വാനശീലമാകാം ഒരുപക്ഷെ ഇവിടത്തുകാരെ ഇടതുപക്ഷത്തോട് ചേർത്ത് നിർത്തുന്നത്. CPM കൈവശം വെച്ച് പോരുന്ന മണ്ഡലമാണ് മലമ്പുഴ. മണ്ഡലം രൂപീകൃതമായതിന് പിന്നാലെ CPMന്റെ MP കുഞ്ഞിരാമനായിരുന്നു ഇവിടെ നിന്നും വിജയിച്ചത്. പിന്നീട് 1969 1970 V കൃഷ്ണദാസന് മണ്ഡലം അവസരം നൽകി. 1977 തിരഞ്ഞെടുപ്പിൽ VP കുഞ്ഞിക്കണ്ണൻ ഇവിടെ നിന്നും വിജയിച്ചു. 1980 സ്ഥാനാർത്ഥിയായുള്ള EK നായനാരുടെ വരവ്. വമ്പിച്ച ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ഇവിടെ നിന്നും ജയിച്ചു കയറി. 1982 അദ്ദേഹം വിജയിച്ചു. 1987 തിരഞ്ഞെടുപ്പിൽ മണ്ഡലം T ശിവദാസ മേനോനൊപ്പം നിന്നു. 1991 1996 ശിവദാസ മേനോനായിരുന്നു മണ്ഡലത്തിലെ MLA. 2001 തിരഞ്ഞെടുപ്പിൽ CPMന്റെ കരുത്തനായ നേതാവ് VS അച്യുതാനന്ദൻ മലമ്പുഴയിൽ പരീക്ഷണത്തിനിറങ്ങി. ശക്തമായ ഭൂരിപക്ഷത്തോടെയുള്ള വിജയമായിരുന്നു ഇവിടെ അദ്ദേഹത്തെ കാത്തിരുന്നത്. ഒരു പതിറ്റാണ്ടോളം അദ്ദേഹം മണ്ഡലത്തിന്റെ സേവകനായി. 2021 തെരഞ്ഞെടുപ്പിൽ A പ്രഭാകരൻ മലമ്പുഴയിൽ നിന്നും വിജയിച്ചു. ചരിത്രത്തിൽ ഇതുവരെ വിജയം തുണച്ചത് LDFനെയാണെങ്കിലും ശക്തമായ വെല്ലുവിളി എതിർ സ്ഥാനാർത്ഥികൾ ഉയർത്താറുണ്ട്. പലപ്പോഴും എതിർ സ്ഥാനാർത്ഥികൾ ഉയർത്തുന്ന വോട്ടുകളുടെ എണ്ണം ഇടതുപക്ഷത്തിന് അസ്വസ്ഥത സൃഷ്ടിക്കാറുണ്ട്. മണ്ഡലത്തിൽ BJPയുടെ സ്വാധീനവും എടുത്തു പറയണം. 2021 NDAയ്ക്കായി മണ്ഡലത്തിൽ ഇറങ്ങിയത് BJPയുടെ C കൃഷ്ണകുമാർ ആയിരുന്നു. കോൺഗ്രസിനെ പിന്തള്ളി 1,00,000-ലധികം വോട്ടുകൾ ഇവിടെ അദ്ദേഹം നേടി. 2016 VSനെ മണ്ഡലത്തിൽ നേരിട്ടതും കൃഷ്ണകുമാർ ആയിരുന്നു. അപ്പോഴും 1,00,000-നടുത്ത് വോട്ടുകൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇക്കുറി 3ാം അംഗത്തിനും അരയും തലയും മുറുക്കി NDAയ്ക്കായി അങ്കത്തട്ടിലേക്ക് ഇറങ്ങുന്നത് കൃഷ്ണകുമാറാണ്. ഇക്കുറിയും പ്രഭാകരനിലൂടെ മണ്ഡലം നിലനിർത്താനാണ് LDFന്റെ തീരുമാനം. A സുരേഷാണ് ഇവിടുത്തെ UDF സ്ഥാനാർത്ഥി. മുൻ തിരഞ്ഞെടുപ്പുകൾ നൽകിയ ആത്മവിശ്വാസം ഇടതുപക്ഷത്തിനുണ്ട്. എങ്കിലും BJPയുടെ വോട്ടുകൾ ഉയരുന്നതിനെ ഇടതുപക്ഷം ഗൗരവത്തിൽ തന്നെ കാണുന്നു. അതുകൊണ്ട് തന്നെ ശ്രദ്ധാപൂർവമാണ് LDF തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് സാരം.